ഈ ഉത്സവത്തിന് പോയപ്പോഴേ ഞങ്ങൾ പണ്ട് ഉത്സവത്തിന് പോയ ഒരു പ്രതീതി കേട്ടോ. കാരണം പണ്ട് ഉത്സവത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ അല്ലേ നേരത്തെ ചോറും കറികളൊക്കെ വെക്കുക, പിന്നെ അന്നദാനമൊക്കെ ഉണ്ടല്ലോ. അന്നൊന്നും അതൊന്നുമില്ല. അപ്പം ഞങ്ങൾ നേരത്തെ പണികളൊക്കെ കഴിച്ചിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ അച്ഛൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറയും, വേഗം ഒരുങ്ങിക്കോളിട്ടോ, വേഗം പണി കഴിച്ചോളിട്ടോ, ചോറ് തിന്നോളിട്ടോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ 4-5 കുടുംബങ്ങളുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ അച്ഛനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. ചൂട്ട് പായ ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോവുക. ഞങ്ങളെ ഒരു ചെറിയൊരു കുന്നിൻ്റെ മേലെയാണ്. അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പാടത്ത് കൂടെ പോകണം. നല്ല നിലാവുള്ള സമയത്ത് ഇങ്ങനെ പോകും. എന്നിട്ട് അച്ഛൻ മുന്നിൽ ചൂട്ടായിട്ട് ഇങ്ങനെ വീശി നടക്കും. ബാക്കിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടും കുട്ടികളൊക്കെ തക്കെടുത്ത് ഇങ്ങനെ പോവും പാടത്തിൻ്റെ വരമ്പത്ത് കൂടെ. നല്ല രസമായിരുന്നു അന്നത്തെ ഉത്സവത്തിനൊക്കെ പോകാൻ. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഈ ഉത്സവം ആകുമ്പോഴേക്കും ഞങ്ങളൊക്കെ പണി എന്താ വെച്ചാൽ ഈ അണ്ടിയൊക്കെ പെറുക്കി വെക്കും. അപ്പോഴേക്കും ഈ അണ്ടിയൊക്കെ കശുവണ്ടി കേട്ടോ പെറുക്കി കൂട്ടി വെച്ചിട്ട് അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റിട്ട് പൈസ കൊണ്ടുതരും. പിന്നെ ചവലൊക്കെ അടിച്ചു കൂട്ടി തീയിട്ടിട്ട് വെണ്ണീരാക്കി വെക്കും. ഈ വെണ്ണീരൊക്കെ വാങ്ങാൻ അന്ന് ആൾക്കാർ വരും. എന്നിട്ട് അതുകൊണ്ട് പൈസ ഉണ്ടാക്കി വെക്കും. അന്നൊക്കെ ഈ ഫാൻസി ഒന്നും ഇല്ലല്ലോ. ഈ കാവിലാണ് ഈ വള മാല ഇതൊക്കെ വാങ്ങാനുള്ള പൈസ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുക. അപ്പം നല്ല രസമായിന് കാവിലൊക്കെ പോവാൻ. പിന്നെ പായയായിട്ട് പോകുക പറഞ്ഞാൽ പായയിൽ ഈ തറയൊന്നും ഇല്ലാത്ത സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ടാണ് പായ. പിന്നെ അച്ചമ്മൻ്റെ വീട്ടുകാരുണ്ടാവും, ഒരു കടലൊക്കെ വറുത്തിട്ട് കൊണ്ടുവരും. അങ്ങനെ നല്ല രസമുള്ളൊരു ഉത്സവ പോക്കായിരുന്നു അന്നൊക്കെ. ഇന്നും രസട്ടോ. ഈ അമ്പലം എനിക്ക് വലിയ ഇഷ്ടമായി. പിന്നെ ഇത് മുള്ളാശ്ശേരിക്കാവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.